400 മുതൽ 700 സ്ക്വയർ ഫീറ്റ് വരെയുള്ള ചെറു വീടുകൾ അഥവാ ടൈനി ഹോംസ് എന്ന കോൺസെപ്റ്റിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നതാണ് ഈ പോഡ്കാസ്റ്റിൻ്റെ ഉദ്ദേശം. ഇപ്പോൾ വൈശാഖ് പറഞ്ഞ ഈ 400-600 സ്ക്വയർ ഫീറ്റ് ടൈനി ഹൗസസ് എന്ന് പറയുന്നത് ലോകത്ത് വികസിത രാജ്യങ്ങളിൽ എല്ലായിടത്തും ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണിത്. അപ്പോൾ അതൊരു മൂവ്മെൻ്റ് എന്ന് പറയുമ്പം വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കുമ്പോഴാണ് നമ്മളതിനെ മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ പല മൂവ്മെൻറ്റ്സ് അങ്ങനെ സംഭവിച്ചില്ല. അതുപോലൊരു മൂവ്മെൻ്റാണ് ഈ വലിയ വീടുകളിൽ നിന്നുള്ള ആ ഒരു കോൺസെപ്റ്റിനെ തന്നെ ചേഞ്ച് ചെയ്യുന്ന റെവല്യൂഷണറി ആയിട്ടുള്ള ഒരു ഐഡിയോളജിയാണ് ഈ പറഞ്ഞ ടൈനി ഹോംസ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 400-600 സ്ക്വയർ ഫീറ്റിലുള്ള വീട് ആണ് അതിൻ്റെ ഒരു ബേസിക് ഇതെന്ന് പറയുന്നത്. അപ്പോൾ 400-600 സ്ക്വയർ ഫീറ്റുള്ള വീട് എന്ന് പറയുമ്പോൾ തന്നെ അത് ഇരിക്കുന്ന സ്ഥലവും ഒരു സെൻറ്റ്, 1.5 സെൻറ്റ് അല്ലെങ്കിൽ 2 സെൻറ്റ് അതിനകത്ത് വരുന്നതായിരിക്കും. ടൈനി ഹോംസ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ സ്ക്വയർ ഫീറ്റും അവിടെ താമസിക്കുന്ന വീട്ടുകാർക്ക് അനുയോജ്യമാവുന്ന രീതിയിൽ അവർക്കുള്ള ആവശ്യങ്ങൾ മനസ്സിലാക്കി, യൂട്ടിലിറ്റീസ് മനസ്സിലാക്കി ഡിസൈൻ ചെയ്യുന്നതിനെയാണ് ഈ ടൈനി ഹൗസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു ന്യൂക്ലിയർ ഫാമിലി, 4 പേരടങ്ങുന്നൊരു ഫാമിലിക്ക് ഒരു ടൈനി ഹൗസിലേക്ക് പ്രവേശിക്കുമ്പോൾ 400-600 സ്ക്വയർ ഫീറ്റിലേക്ക് പ്രവേശിക്കുമ്പോൾ അവർക്കൊരു ലിവിങ് ഉണ്ടാവും, ഒരു ചെറിയൊരു TV ഒക്കെ കാണാനുള്ളൊരു സ്പേസ് കിട്ടും, ഒരു കിച്ചണും ഡൈനിങ്ങും കൂടെ ഉള്ളൊരു സ്പേസ് ഉണ്ടാവും. അത് ആ സ്ഥലത്തിന് അവരുടെ പ്ലോട്ടിന് അനുയോജ്യമായിട്ടാണ്. ഡിസൈനിൽ വ്യത്യാസങ്ങൾ വരാം, എന്നാലും ഞാൻ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഭക്ഷണം മനുഷ്യന് അത്യാവശ്യമുള്ളതാണ്. അപ്പോൾ ഒരു ഓബിയസ്ലി കിച്ചൺ വേണം, അതിരുന്ന് കഴിക്കാനൊരു ചെറിയ സ്പേസ് വേണം. കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന രീതിയിൽ, അതായത് കുടുംബത്തിലുള്ള ആൾക്കാർ തമ്മിൽ നല്ല രീതിയിൽ തന്നെ ഒരു ഇൻട്രാക്ഷൻ നടക്കുന്ന രീതിയിലുള്ളൊരു കിച്ചൺ ആൻഡ് ഡൈനിങ് സ്പേസ് ഉണ്ടാവും. പിന്നെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങണം. നല്ല ഒരു ഉറക്കം എന്ന് പറഞ്ഞാൽ അടിസ്ഥാനമായിട്ട് വേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അതിനും ഒക്കെ ഒരു നല്ലൊരു ബെഡ്റൂം, നല്ലൊരു ഫർണിഷ്ഡ് ആയിട്ടുള്ളൊരു ബെഡ്റൂം ഉണ്ടാവും. പിന്നെ അടുക്കും ചിട്ടയായിട്ട് സാധനങ്ങൾ പ്ലേസ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ്, അമ്യൂണിറ്റീസ്, എല്ലാവിധ ലക്ഷറിയും ആ വീട്ടിനുള്ളിൽ തന്നെ അനുഭവിക്കേണ്ട സൗകര്യങ്ങളും ഉണ്ടാവുന്നതാണ് ഒരു ടൈനി ഹൗസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അത് വിപ്ലവകരമായ ഒരു മുന്നേറ്റമായി മാറി. തീർച്ചയായും നമ്മൾ കണ്ടിട്ടുള്ളത് ഈ പുറത്തെ രാജ്യങ്ങളിലെല്ലാം ടൈനി ഹോംസിൻ്റെ തന്നെ കണ്ടെയ്നർ ചെയ്യുന്ന ടൈനി ഹോംസ് ഇതുണ്ട്, അതേപോലെ വുഡിൽ ചെയ്യുന്നതുണ്ട്, പിന്നെ വീല് വെച്ച് ചെയ്യുന്നതുണ്ട്. എന്നാൽ ഇത് നമ്മുടെ നാട്ടിൽ, ഇന്ത്യയിൽ ഇതിൻ്റെയൊക്കെ കുറേ കാര്യങ്ങൾ അവിടെയായിട്ട് വന്നിട്ടുണ്ട്, പക്ഷെ ഒന്നും സക്സസ് ആയിട്ടില്ല. അതെ, ഒരു പുതിയൊരു കാര്യം നമ്മൾ അഡോപ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ആശയം ഉൾക്കൊണ്ടിട്ട് അത് നമുക്ക് അനുയോജ്യമാവുന്ന, നമ്മുടെ നാടിന് അനുയോജ്യമാവുന്ന രീതിയിൽ, നമ്മുടെ ഫാമിലിക്ക് രീതിയിൽ അത് ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോഴാണ് അത് സക്സസ്ഫുള്ളായി മാറുന്നത്. അപ്പോൾ അത് വന്ന പ്രശ്നമെന്ന് വെച്ചാൽ, ഈ വീലിൽ പോകുന്നത് വേറെ രാജ്യങ്ങളിൽ വീലിൽ കൊണ്ടുപോകുന്ന സംഭവമുണ്ട്. അപ്പോൾ വീലിൽ കൊണ്ടുപോകുന്ന സംഭവം കൊണ്ട് നമ്മൾ പ്ലോട്ടിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ സെപ്റ്റിക് ടാങ്കിന് ഒരു ഇഷ്യൂ ആണ്, ഒരു ടെമ്പററി. പിന്നെ അതിൻ്റെ കണക്ഷൻസ്, ഇലക്ട്രിക്കൽ കണക്ഷൻസ്, പിന്നെ അതിൻ്റെ ലീഗൽ ഫോർമാലിറ്റീസ് ഒരു ഇഷ്യൂസായിട്ട് വരും. അങ്ങനത്തെ ഇഷ്യൂസ് വന്നപ്പം അത് പിന്നെ അങ്ങോട്ട് ഗ്രോത്തിലേക്ക് എത്താതായി. അതുപോലെ ഈ വുഡനിൽ ചെയ്യുന്ന വീടുകളുണ്ട് മറ്റ് നാടുകളിൽ. കൂടുതൽ സമയം തണുപ്പാണ്, മഴയല്ല അവിടെ ഉള്ളത്. നമ്മളെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വെയിലും മഴയും മാറി തിരിഞ്ഞു വരികയാണ്. അപ്പോൾ ഈ വുഡൻ വീടുകൾ ഒരിക്കലും നിലനിൽക്കില്ല. അതുപോലെ കണ്ടെയ്നറിൽ ചെയ്യുന്നതായിക്കോട്ടെ, അതാണെങ്കിലും തുരുമ്പെടുത്തു പോകും. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങൾ വരുമ്പം അത് വർക്കാവില്ല. അത് തീർച്ചയായും ഇതിൻ്റെ ഒരു ഡ്യൂറബിലിറ്റി കാരണമാണ് ആൾക്കാർക്ക് ഒരു ഡ്യൂറബിലിറ്റി, ആൾക്കാരത് ചിന്തിക്കുമ്പോൾ തന്നെ, ഇതിലേക്ക് പോകാമോ എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ നെഗറ്റീവ് പാർട്ടാണ് അവർ ആദ്യമേ ചിന്തിക്കുന്നത്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? നെഗറ്റീവ്സ് ഇല്ലാതെ ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ്. അതെന്തുകൊണ്ട് പറ്റുന്നില്ല? നമ്മൾ വലിയ 3000 സ്ക്വയർ ഫീറ്റ് വീട് ചെയ്യാമെങ്കിൽ 600 സ്ക്വയർ ഫീറ്റ് വീട് നമുക്ക് കൺവെൻഷണൽ രീതിയിൽ തന്നെ, പണ്ട് കാലത്ത് ചെയ്തുകൊണ്ടിരുന്ന ചുടുകല്ല് ഉപയോഗിച്ച് തന്നെ, അല്ലെങ്കിൽ ഇപ്പോൾ കിട്ടുന്ന സോളിഡ് ബ്ലോക്ക് ഉപയോഗിച്ച് തന്നെ നമുക്ക് സുഖമായിട്ട് ചെയ്തുകൂടെ? തീർച്ചയായും തേക്ക് തടി ഉപയോഗിച്ചൂടെ? എല്ലാം ചെയ്യാം. നമ്മൾ ആശയം ഉൾക്കൊള്ളുക, അത് അവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യുക. അപ്പോൾ ഇന്ത്യയിൽ ഇത് ഇതുവരെ പോപ്പുലർ ആയിട്ടില്ല എന്നേ പറഞ്ഞോളൂ. പക്ഷേ ഇനി വരുന്ന ഫ്യൂച്ചറിൽ ഇത് പോപ്പുലർ ആവാതെ നിവൃത്തിയില്ലാത്ത അവസ്ഥയാണ്. അതെ, തീർച്ചയായും. അതായത് നമ്മുടെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ബിസിനസ് പീപ്പിൾസിൽ ഒരാൾ, ഏറ്റവും വലിയ ഇൻഫ്ലുവൻസസിൽ ഒരാളായ ഇലോൺ മസ്ക്, അദ്ദേഹം തന്നെ ഇപ്പോൾ ഒരു 2018 ടൈനി ഹോം പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞത് ശരിയാണ്. ഇനി ഇത് അല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല എന്നൊരു കണ്ടീഷനിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇലോൺ മസ്കിനെ പോലൊരാൾ, ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരാൾ, പുള്ളി ചെയ്യുന്ന പല കാര്യങ്ങളും ലോകത്തിലേക്കുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. പുള്ളിയുടെ പല ആക്ടിവിറ്റീസ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അതുപോലെ പുള്ളി അത് സമർത്ഥിക്കാൻ ശ്രമിക്കുന്ന ഒരു പോയിൻ്റാണിത്. അത്രയും അഡ്വാൻറ്റേജസ് ഇതിനുണ്ട് എന്ന് പ്രൂവ് ചെയ്യുകയാണ്. ഒന്നാമതായിട്ട് ഇതിൻ്റെ സാമ്പത്തികമായിട്ടുള്ള, അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ തന്നെ മനസ്സിലാക്കാം. നമ്മൾ ഈ കേരളത്തിൽ തന്നെ മിനിമം ഒരു ആവറേജ് ഒരു 6 സെൻറ്റ് 7 സെൻറ്റിലാണ് വീടുകൾ വെച്ചുകൊണ്ടിരിക്കുന്നത്.
അത് വെച്ച് നോക്കുമ്പോൾ തന്നെ നമ്മൾ 1.5 സെൻറ്റ് 2 സെൻറ്റിലേക്ക് പോകുന്നതിന് ഒരുപാട് എമൗണ്ട് മാറി. ലാൻഡ് വാല്യൂവിൽ തന്നെ കുറേ മാറ്റം വന്നു. പിന്നെ ഈ പറഞ്ഞ 1500-2000 സ്ക്വയർ ഫീറ്റ് എന്നുള്ള കൺസ്ട്രക്ഷൻ കോസ്റ്റ് 400-600ലേക്ക് പോകുമ്പം അത് വളരെ വലിയൊരു എമൗണ്ട് അവിടെ ലാഭമായി. ഈ എമൗണ്ട് അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ കുറയ്ക്കുന്നത് നമുക്ക് ആവശ്യമുള്ള രീതിയിലേക്ക് ഇതിനെ ഡിസൈൻ ചെയ്യുമ്പോൾ ബാലൻസ് വരുന്ന നമുക്ക് പൈസ നമുക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങളിലേക്ക്, ഇൻറ്റീരിയറിലേക്ക് ആയിക്കോട്ടെ, പുതിയ പുതിയ ഇന്നോവേഷൻസിലായിക്കോട്ടെ, പുതിയ അമ്യൂണിറ്റീസിലായിക്കോട്ടെ, നമുക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ട പ്രീമിയം ഫീച്ചേഴ്സിലേക്ക് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. തീർച്ചയായും അതെ. അതാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഓരോരുത്തരും ആലോചിച്ചാൽ മനസ്സിലാവും. നമ്മൾ ഒരു വീട് വയ്ക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വീടിൻ്റെ പണി പൂർത്തിയാവുന്ന ഒരു സമയം എത്തുമ്പോൾ നമ്മളെ പോക്കറ്റ് കാലിയാവും. അതെ. അതായത് ഒരു പുതിയ വീട്ടിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ പോസിറ്റിവിറ്റിയേക്കാൾ കൂടുതൽ ഫ്യൂച്ചറിലേക്ക് ഭീതിജനകമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഉണ്ടാകുന്നത്. അതുപോലെ രണ്ടാമത്തെ പോയിന്റാണ് ലൈഫ് സ്റ്റൈല്. നമുക്കൊരു ചെറിയ വീട്ടിൽ താമസിക്കുമ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ അത് ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റും. നമുക്ക് വേണ്ട കാര്യങ്ങളിലേക്ക് ഫോക്കസ് നമുക്ക് തിരിക്കാൻ പറ്റും. അതെ. ഒരു വലിയ വീട്, ഒരു ഹൗസിംഗ് ലോൺ അടച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിത ലക്ഷ്യമേ ആ ഹൗസിംഗ് ലോൺ അടച്ചു തീർക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് പകരം നമ്മൾ ഈ ഒരു ചെറിയ വീട്ടിൽ ഹാപ്പി ആകുമ്പോൾ നമ്മുടെ ഫാമിലിയെ ശ്രദ്ധിക്കാൻ പറ്റും, നമ്മുടെ വർക്കിൽ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും, ബിസിനസ് ആണെങ്കിൽ ക്രിയേറ്റീവായിട്ട് അതിൽ ശ്രദ്ധിക്കാൻ പറ്റും, ലൈഫ് നമുക്ക് ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റും. അതൊരു വലിയ ഒരു പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. അതെ. അങ്ങനെ നമുക്ക് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഇമ്പ്രൂവ് ചെയ്യാം. മൂന്നാമതൊരു പോയിന്റായിട്ട് പറയാം, വൃത്തിയാക്കുന്നതിൻ്റെ ഉള്ള സമയം വലിയൊരു ലാഭമാണ്. നമ്മളൊരു വലിയൊരു 1500 സ്ക്വയർ ഫീറ്റ് വീട് ക്ലീൻ ആക്കുക എന്നുള്ളത് ഒരു സമയം നമുക്ക് അതിനു വേണ്ടി മാറ്റി വെക്കേണ്ടി വരും. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ വീട് എത്രത്തോളം ടൈനി ആവുന്നു അത്രത്തോളം നമുക്ക് അതിൽ സമയം നമുക്ക് ഒരുപാട് ലാഭിക്കാൻ പറ്റും. അടുത്ത പോയിന്റ് നമുക്ക് പറയാൻ പറ്റുക, നല്ലൊരു കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഈ ടൈനി ഹൗസ് കോൺസെപ്റ്റിൽ അല്ലെങ്കിൽ ടൈനി ഹൗസ് മൂവ്മെൻറ്റിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുമ്പോൾ 10 സെൻറ്റിൽ ഒരു വീട് വയ്ക്കുന്നതിന് പകരം 10 സെൻറ്റിൽ 5-6 വീടുകൾ വയ്ക്കാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ അവിടെ 6 ഫാമിലീസാണ്, 6 കൾച്ചേഴ്സാണ്. അതാണ് ഇനിയുള്ള ജനറേഷന് വേണ്ട. ഇപ്പോഴും നമ്മുടെ നാട്ടിൽ പണ്ട് കാലത്ത് ഡെവലപ്പ് ചെയ്ത ജാതിയുടെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ കളറിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഡിസ്ട്രിക്റ്റിൻ്റെ അടിസ്ഥാനത്തിലുള്ള വേർതിരിവ് മാത്രമാണുള്ളത്. അതല്ല നമുക്ക് വേണ്ടത്. നമുക്ക് വാല്യൂസിൻ്റെ അടിസ്ഥാനത്തിലുള്ള കമ്മ്യൂണിറ്റീസ് ഡെവലപ്പ് ചെയ്യണം. അതാണ് ഒരു ഡെവലപ്ഡ് നേഷനിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് മാക്സിമം പർച്ചേസബിൾ ഒരു മെൻറ്റാലിറ്റി വരും, അതിലൊരു ഹാപ്പിനെസ് വരും. ഒരു അഡിക്ഷൻ പോലെ വന്നിട്ടാണ് നമ്മൾ മാക്സിമം സാധനങ്ങൾ വാങ്ങിച്ച് ഇടുന്നത് വീട്ടിൽ. അങ്ങനെ വാരി കൂട്ടേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും. ഇപ്പം നമ്മൾ ടൈനി ഹോമിനെ സംബന്ധിച്ചിടത്തോളം ആ വീട് ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ അവരുടെ ലൈഫിലേക്ക് വേണ്ട അടിസ്ഥാനപരമായിട്ട് വേണ്ട എല്ലാ കാര്യങ്ങളും അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് അത് ഡിസൈൻ ചെയ്യുന്നത്. ഒരു ഫുള്ളി പാക്ഡ് ആയിട്ടുള്ള കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു ടൈനി ഹോം ആദ്യമേ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓരോ സാധനം കാണുമ്പോൾ അത് നമ്മുടെ ലൈഫിന് വേണ്ടിയിട്ട് വാങ്ങണം എന്നുള്ളൊരു ത്വര ഇല്ലാണ്ടാവും. അങ്ങനെ നമുക്ക് ഒരുപാട് ഫിനാൻഷ്യൽ ബെനിഫിറ്റ്സും ഉണ്ട്. അതിന് പുറമെ ഈ ഒരു ആവശ്യമില്ലാത്ത സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടുന്നത് നമുക്ക് അതെ ഓർഗനൈസ്ഡ് ആയിട്ടൊരു ലൈഫും കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഈ മെറ്റീരിയൽസിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ നമുക്കിപ്പോൾ അത് ഒന്നും കൂടെ മനസ്സിലാവാൻ ഇപ്പോഴത്തെ പ്രസൻറ്റ് കണ്ടീഷൻ ആലോചിച്ചാൽ തന്നെ മനസ്സിലാവും. നിങ്ങൾ വീടുകളിലേക്ക് പോകുമ്പോൾ നമ്മൾ എപ്പോഴും ഇരിക്കുന്ന ഒരു ചെയറിലായിരിക്കും നമ്മൾ സ്ഥിരമായിട്ട് ഇരിക്കുക. നമുക്ക് കംഫർട്ടുള്ള ഒരു ചെയറിലായിരിക്കും നമ്മൾ സ്ഥിരമായിട്ട് ഇരിക്കുക. അതുപോലെ വീട്ടിലുള്ള എല്ലാ കസേരയിലും നമ്മൾ ഒരുപോലെ യൂസ് ചെയ്യില്ല. നമ്മളെ ഫ്രീ മൈൻഡായിട്ട് നമ്മൾ ഇരിക്കുന്ന ഒരു സമയത്ത് എപ്പോഴും നമുക്ക് ഏറ്റവും കംഫർട്ട് തരുന്ന ഒരു ചെയറായിരിക്കും, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ചെയറിലായിരിക്കും നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ആക്ച്വലി നമ്മളെ സംബന്ധിച്ചിടത്തോളം അവിടെ വേസ്റ്റാണ്. പിന്നെ നമുക്ക് യൂട്ടിലിറ്റി ബിൽസിൽ നമുക്ക് കുറേ ലാഭം കൊണ്ടുവരാൻ പറ്റും. ഇപ്പോഴത്തെ ഈ വലിയ വീടുകളിൽ എന്തുമാത്രം ലൈറ്റുകളാണ് എക്സ്റ്റീരിയറിലും ഇൻറ്റീരിയറിലും അനാവശ്യമായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെ ഇലക്ട്രിസിറ്റി ബില്ലിൽ കയറുകയാണ്. പിന്നെ ഒരു സോളാർ പാനൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞ പോലെ ആ ഒരു ടൈനി ഹോമിലേക്ക് വേണ്ടിയുള്ള സപ്ലൈ കംപ്ലീറ്റ് നമുക്ക് അതിൽ നിന്ന് എടുക്കാം, ഇലക്ട്രിസിറ്റി കംപ്ലീറ്റ് അതിൽ നിന്ന് എടുക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് ബില്ല് ലിമിറ്റ് ചെയ്യാൻ പറ്റും. അത് ഈ പറഞ്ഞ സോളാർ പാനൽ അടക്കം നമ്മൾ ഈ ആദ്യം പറഞ്ഞ ആ ഒരു കൺസ്ട്രക്ഷൻ കോസ്റ്റിൽ നിന്ന് ലാഭിക്കുന്ന എമൗണ്ടുകളിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്ത് നമുക്ക് ചെയ്യാം. വൺ ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. പിന്നെ നമുക്ക് അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട. അങ്ങനത്തെ ബെനിഫിറ്റ്സ് ആണ് നമുക്ക് ഇതിൽ ഏറ്റവും കൂടുതലുള്ളത്. ഇതിപ്പോൾ ഞാൻ എണ്ണി പറഞ്ഞ കുറേ ബെനിഫിറ്റ്സ് ആണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇപ്പോൾ കേരളത്തിൻ്റെ കാര്യം മാത്രം എടുത്താൽ പോലും മെജോറിറ്റി ആൾക്കാർ ഈ +2 കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു ഗ്രാജുവേഷൻ കഴിഞ്ഞാൽ പുറത്തോട്ട് പോവുക, ജോലിക്കാണെങ്കിലും പഠിക്കാനാണെങ്കിലും പുറത്തോട്ട് പോകുക എന്നുള്ള സമ്പ്രദായം വന്നിട്ടുണ്ട്. അത് ഒരു സ്ട്രോങ് ആയിട്ട് വന്നിട്ടുണ്ട്.
മാത്രമല്ല പുറത്ത് പോയ ആൾക്കാരൊന്നും തിരിച്ചു വരുന്നില്ല, അവിടെ തന്നെ സെറ്റിലാവുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, അറിയുന്നുണ്ട് നമ്മൾ. അപ്പോൾ ആ സിറ്റുവേഷനിൽ പ്രായമായ റിട്ടയറായ അച്ഛനും അമ്മയും ഒരു വലിയ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന, അത് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലുടനീളം നടക്കുന്നൊരു കാര്യം. 2000-3000 സ്ക്വയർ ഫീറ്റ് വീടുകളിൽ ഈ മാതാപിതാക്കൾ, വയസ്സായ ആൾക്കാർ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു അവസ്ഥയാണ്. പേടിയാവുന്ന ഭീതിജനകമായിട്ടുള്ളൊരു കാര്യമാണത്. കാരണം അവരുടെ ആ ഒറ്റപ്പെടൽ ഒരിക്കലും ഒരു സൊല്യൂഷൻ കൊടുക്കാത്തൊരു. അത് മാത്രമല്ല, ഇത് വൃത്തിയാക്കണം. ഈ വയസ്സാം കാലത്ത് നമുക്ക് പറഞ്ഞ പോലെ മുട്ടുവേദന, നടുവേദനയൊക്കെ തുടങ്ങുന്ന ഒരു സമയമാണ്. ആ സമയത്ത് ഇതൊക്കെ വൃത്തിയാക്കുക എന്നുള്ളത് ഒരു ഫിസിക്കലി ഒരു ചടങ്ങാണ്. അതിന് പുറമെ മെന്റലി ഒരു ഏകാന്തത ഒരു ഇന്ത്യയിൽ ഇത് എന്തുകൊണ്ട് സ്വീകാര്യത വരുന്നില്ല എന്നുള്ളതിൻ്റെ ഉത്തരം എനിക്ക് തോന്നുന്നത്, ഈ നമ്മുടെ ആൾക്കാർക്ക് ഒരു കോൺസെപ്റ്റ്, ചിന്താഗതിയുണ്ട്. അവർക്ക് ഈ ഒരു 2000 സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ മാത്രമേ സന്തോഷം കിട്ടുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ലൈഫ് സ്റ്റൈൽ ഉണ്ടെങ്കിൽ മാത്രമേ സൊസൈറ്റിയിൽ ഒരു വാല്യൂ ഉണ്ടാവുള്ളൂ. ഈ ഒരു ചിന്താഗതി, ഈഗോ ഉണ്ട്, ഒരു ചിന്താഗതി നമ്മളെ പ്രത്യക്ഷത്തിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ മെജോറിറ്റി അത് തന്നെ ഒരു മെയിൻ റീസൺ. അതെ, നമ്മൾ ഇപ്പോൾ ടൈനി ഹോംസിനെ കുറിച്ച് കുറച്ച് സംസാരിച്ചു. ഇനിയുള്ള ദിവസങ്ങളിലും സംസാരിക്കാൻ പോകുന്നതും ടൈനി ഹോംസിനെ കുറിച്ചാണ്. അപ്പോൾ കാണുന്ന ആൾക്കാർക്ക് തോന്നും, ഇത് കണ്ടിട്ട് ഇത് ഒരു ടൈനി ഹോം വയ്ക്കണമെന്നോ, അല്ലെങ്കിൽ ഒരു ടൈനി ഹോം ലാൻഡ് പർച്ചേസ് ചെയ്യണമെന്നോ, അല്ലെങ്കിൽ ഇതിൻ്റെ കാര്യങ്ങൾ കൂടുതൽ അറിയണമെന്നോ തോന്നിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് ഒരു സംശയം. ആക്ച്വലി ഞാൻ പറയാൻ കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് നമ്മുടെ നാട്ടിൽ 4 സെൻറ്റ് 5 സെൻറ്റ് കൺവെൻഷണൽ രീതിയല്ലേ ഉള്ളൂ. ആൾക്കാരത് വന്നിട്ടില്ലല്ലോ. ഇപ്പോൾ നോർമലി ഇപ്പം നമ്മൾ യൂട്യൂബിൽ ഒരു ചെറിയ വീടെന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ വരുന്നത് മിക്കവാറും 5 ലക്ഷം രൂപ 6 ലക്ഷം രൂപ ബഡ്ജറ്റിൽ ചെയ്ത ചെറിയ വീട്, 2 സെൻറ്റിൽ ചെയ്ത വീട് എന്ന് പറഞ്ഞ ബഡ്ജറ്റിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു ബഡ്ജറ്റ് ഹോംസ്, അതായത് ഒരു അധികം കാശ് കയ്യിലില്ലാത്ത ഒരാൾക്ക് വെക്കാൻ പറ്റിയ ഒരു വീടെന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് അതിനെ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് മാറി നമ്മൾ ഈ പറഞ്ഞ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യാൻ ചിന്തിക്കുന്ന ഒരാൾ നിൽക്കുമ്പോൾ, സിറ്റികളിൽ ഒരു വീട് വാങ്ങിക്കാൻ, അല്ലെങ്കിൽ ടൂറിസ്റ്റ് ലൊക്കേഷനിൽ റെന്റലിന് വേണ്ടിയിട്ട് ഒരു വീട് വാങ്ങിക്കാൻ ചിന്തിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും 1.5 സെന്റ് 2 സെന്റ് കിട്ടത്തില്ല. കാരണം 10 സെന്റായിട്ട് കിടക്കുന്ന ഒരു പ്ലോട്ടിൽ നിന്ന് ആരും മുറിച്ചത് 1.5 സെന്റായിട്ട് കൊടുക്കൂല, പിന്നെ ബാക്കി കൊടുക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിനുള്ളൊരു സൊല്യൂഷൻ നമ്മൾ ആലോചിച്ചപ്പോൾ, നമുക്ക് ഇത് വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല, നമുക്ക് ഈ ഒരു വിപ്ലവം യാഥാർത്ഥ്യമാക്കണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. അതുകൊണ്ട് തന്നെ നമ്മളൊരു പ്ലൂട്ടോ ടൈനി ഹോം കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞിട്ടൊരു കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഈ പറഞ്ഞ പോലെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും, ഇനിഷ്യൽ സ്റ്റേജിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും, പിന്നെ അങ്ങോട്ടേക്ക് പോകുമ്പോൾ ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലും നമുക്ക് പർച്ചേസ് ചെയ്യാനുള്ള ലാൻഡ് അവൈലബിൾ ആക്കുക. ഇപ്പോൾ അടുത്ത മാസം മുതൽ തന്നെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും 1.5 സെൻറ്റ് 2 സെൻറ്റിന് ഉള്ള പ്ലോട്ടുകൾ സിറ്റി, പ്രധാനപ്പെട്ട ടൗണുകളിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ റേഡിയസിനുള്ളിൽ, അല്ലെങ്കിൽ ടൂറിസ്റ്റ് ലൊക്കേഷൻ്റെ അടുത്ത് നമ്മൾ അവൈലബിൾ ആക്കുന്നുണ്ട്. നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ കിടക്കുന്ന 10 സെൻറ്റ് 20 സെൻറ്റ് ഉള്ള പ്ലോട്ടിന് നമ്മൾ തന്നെ പ്ലൂട്ടോ ടൈനി ഹോം കമ്മ്യൂണിറ്റിയുടെ അണ്ടറിൽ അതിനെ ഡിവൈഡ് ചെയ്ത് ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡിനകത്ത് ബുക്കിങ്സ് സ്വീകരിച്ച് അതിനെ ഒരുമിച്ച് സെല് ചെയ്യണം. ഇപ്പോൾ ഒരു ഓണറെ സംബന്ധിച്ചിടത്തോളം, ഒരു പ്ലോട്ട് ഓണറെ സംബന്ധിച്ചിടത്തോളം, ഇപ്പോൾ നിങ്ങൾക്കൊരു 10 സെൻറ്റ് വിൽക്കാനുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ 1.5 സെൻറ്റ് 2 സെൻറ്റായിട്ട് അത് ഡിവൈഡ് ചെയ്തു. നമ്മളിപ്പോൾ വിൽക്കാൻ പോകുന്ന സമയത്ത് നമുക്ക് ഒരുമിച്ച് ആൾക്കാർ വരണമെന്നില്ലല്ലോ. അപ്പോൾ അതിനുള്ളൊരു സൊല്യൂഷനായിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഒരു സിംഗിൾ ഡേ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് നമ്മൾ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങളുടെ പ്ലോട്ട് 10 സെൻറ്റ് പ്ലോട്ടിനെ നമ്മൾ 5ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ആ 4 പ്ലോട്ടും നമ്മൾ ഒറ്റ ദിവസമായിരിക്കും രജിസ്ട്രേഷൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ട് വരുന്ന ആൾക്കാർ, ഇപ്പോൾ നിങ്ങൾ ട്രിവാൻഡ്രത്താണ്, ഈ 10 സെൻറ്റ് കിടക്കുന്ന പ്രോപ്പർട്ടിയും ട്രിവാൻഡ്രത്താണ്. അപ്പോൾ നിങ്ങളുടെ ആ 10 സെൻറ്റിനെ നമ്മൾ 4ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ട്രിവാൻഡ്രത്ത് ആവശ്യക്കാരായിട്ട് വരുന്ന ആൾക്കാരെ നമ്മൾ അതിൽ ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് എന്ന് പറഞ്ഞ ഓർഡറിൽ നോട്ട് ചെയ്തിടും. എന്നിട്ട് ആ ഒരു പർട്ടിക്കുലർ ദിവസം നമ്മൾ രജിസ്ട്രേഷൻ ഫിക്സ് ചെയ്തിട്ടുള്ള ദിവസം ആ സിംഗിൾ ഡേ രജിസ്ട്രേഷനായിട്ട് അത് തീർക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ എല്ലാ ജില്ലയിലും ഉടനെ തന്നെ ഈ ഒരു ടൈനി ഹോം ടൈനി പ്ലോട്ട്സ് പർച്ചേസ് ചെയ്യാനുള്ള അവസരം വരുന്നുണ്ട്. അത് കൂടാതെ തന്നെ നമ്മൾ ഒരു കാറ് വാങ്ങിക്കുന്ന ലാഘവത്തോടു കൂടി, ഇപ്പോൾ നമുക്ക് കാറ് ഇപ്പോൾ പല മോഡൽസ് ഉണ്ട്, മാരുതിയുടെ ആണെങ്കിലും ഹുണ്ടായുടെ ആണെങ്കിലും പല മോഡൽസ് ഉണ്ട്. അപ്പോൾ ആ മോഡൽ നമുക്ക് ഏതെങ്കിലും ഒരു കാർ പോയി നമ്മൾ പർച്ചേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് വീട് പർച്ചേസ് ചെയ്യാവുന്ന രീതിയിൽ നമ്മൾ ഒരുപാട് ഫിക്സഡ് ഡിസൈൻസ്, ഈ ടൈനി ഹൗസിന് സ്യൂട്ടബിൾ ആകുന്ന, നമ്മുടെ കേരളത്തിലെ ക്ലൈമറ്റിന് സ്യൂട്ടബിൾ ആകുന്ന
നമ്മുടെ ലൈഫ് സ്റ്റൈലിന് സ്യൂട്ടബിൾ ആകുന്ന ഒരുപാട് ഡിസൈൻസ് നമ്മൾ പ്രീസെറ്റായിട്ട് വെച്ചിട്ടുണ്ട്. ഈ കമ്മ്യൂണിറ്റിയിൽ ഉള്ള മെമ്പേഴ്സിന് കിട്ടുന്നതാണ്. അപ്പോൾ അതിൻ്റെ സപ്പോർട്ടും അത് നിങ്ങളുടെ പ്ലോട്ടിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഏത് ഡിസൈൻ വേണമെന്ന് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷനും അതവിടെ എക്സിക്യൂട്ട് ചെയ്യാനുള്ള ടെക്നിക്കൽ സപ്പോർട്ടും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതാണ് ഈ യഥാർത്ഥത്തിൽ ഈ പ്ലൂട്ടോ ടൈനി ഹോം കമ്മ്യൂണിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ വീടുകൾ ചെയ്യുമ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരിക്കലും അതൊരു 5 ലക്ഷം 6 ലക്ഷം ബഡ്ജറ്റിൽ അല്ലെങ്കിൽ പോട്ടെ ഒരു ബഡ്ജറ്റ് ഹോം എന്നൊരു ബാനറിലായിരിക്കില്ല വരുന്നത്. കംപ്ലീറ്റ്ലി ലക്ഷറിയസ് ആയിട്ടുള്ള എന്നാൽ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ടൈനി ഹോം എന്നൊരു കോൺസെപ്റ്റ് ആയിരിക്കും. അത് റെൻറ്റിനായിക്കോട്ടെ താമസിക്കാനായിക്കോട്ടെ ഈ പറഞ്ഞ പോലെ എല്ലാ അമ്യൂണിറ്റീസും അതിൽ ഇൻക്ലൂഡ് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അമ്യൂണിറ്റീസ് എന്ന് പറയുമ്പോൾ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഓട്ടോമേഷൻ കാര്യങ്ങൾ പ്ലസ് ഇൻറ്റീരിയർ വർക്ക്സ് അതെല്ലാം നമ്മൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യും. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് പറയുകയാണെങ്കിൽ നമ്മളൊരു ട്രിപ്പ് പോകുന്ന സമയത്ത് ഒരു നല്ലൊരു ഹോട്ടൽ റൂമിൽ താമസിക്കുമ്പോൾ ആ റൂം നമുക്ക് ഭയങ്കര പോസിറ്റീവ് ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യും. അത് കാരണം എന്ന് വെച്ചാൽ അവിടെ യൂസ് ചെയ്തിരിക്കുന്ന മിക്കവാറും പ്രീമിയം ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ആയിരിക്കും. അപ്പോൾ അതേ ഒരു പോസിറ്റീവ് ഫീല് നമ്മുടെ വീട്ടിലും കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇവിടെയും നമ്മൾ ആ ഒരു രീതിയിൽ പ്രീമിയം ആയിട്ടുള്ള പ്രോഡക്ട്സ് ഈവൻ ഒരു ഫ്രിഡ്ജ് ആയിക്കോട്ടെ, വാഷിംഗ് മെഷീൻ ആയിക്കോട്ടെ, ഡിഷ് വാഷർ ആയിക്കോട്ടെ, മോപ്പ് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ അത് നമ്മളെ മാർക്കറ്റ് ബെസ്റ്റ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ആണ് അതിൽ യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു പ്ലൂട്ടോ ടൈനി ഹോം കമ്മ്യൂണിറ്റിയുടെ അണ്ടറിൽ വരുന്ന എല്ലാ മോഡൽസിനും അതിൻ്റേതായ ഒരു ക്വാളിറ്റി നമ്മൾ അഷ്യൂർ ചെയ്യുന്നുണ്ട്. ആ ക്വാളിറ്റി അഷ്യൂർ ചെയ്താൽ മാത്രമേ നാളെ അതിനൊരു റീസെയിൽ വാല്യൂ, നാളെ അതിനൊരു റെൻ്റൽ വാല്യൂ ഉണ്ടാകത്തുള്ളൂ. നമ്മൾ ഈ അഷ്യൂർ ചെയ്യുന്ന റെൻ്റൽ വാല്യൂ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല. അത് എല്ലാ ഡിസ്ട്രിക്റ്റിലും ഈ ഹോം കമ്മ്യൂണിറ്റീസിനെ നമ്മൾ കമ്മ്യൂണിറ്റീസായിട്ട് ആപ്പ് വഴി കണക്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വേണ്ട സപ്പോർട്ട്, സർവീസ് സപ്പോർട്ടാണെങ്കിലും അതിൻ്റെ ക്ലീനിങ് സപ്പോർട്ട് എല്ലാം ഈ ഒരു കമ്മ്യൂണിറ്റിക്ക് അണ്ടറിൽ വരുന്ന രീതിയിൽ സെറ്റ് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ജോയിൻ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇനിയിപ്പോൾ വീട് വയ്ക്കുന്നില്ല, ഈ ആശയത്തോട് സപ്പോർട്ടീവാണ് എന്നുള്ള ആൾക്കാർക്കാണെങ്കിൽ അങ്ങനെയും ജോയിൻ ചെയ്യാം. എന്തായാലും ഇതൊരു പാൻ ഇന്ത്യ ഒരു റെവല്യൂഷനായിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് നമ്മുടെ ഒരു ടീം പ്ലാൻ ചെയ്തിട്ടുള്ളത്.